ആപ് സുൽത്താൻ ഹേ, ഈ ഹമാര സുൽത്താൻ ഹേ എന്ന് പറയും. സുൽത്താൻ എന്ന വാക്ക് അത് അറബിയിൽ നിന്ന് ഹിന്ദിയിലേക്ക് വന്ന വേർഡാണ്. സുൽത്താൻ, സുൽത്താൻ ദുനിയാമേ ആപ് ബഡേ സുൽത്താനെ. ദുനിയാമേ, ദുനിയ എന്ന് പറയുന്നത് അറബി വേർഡാണ്. ദുനിയാമേ, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്ന് സുൽത്താൻ എന്നാണ്. നമ്മൾ ഈ ഹിന്ദിയിലും അറബിയിലും ഒരുപോലെ ഉപയോഗിക്കുന്ന വേർഡുകളെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. മറ്റൊന്ന് നമ്മൾ സാധാരണ പറഞ്ഞ ഹക്ക്, യേ തോ ഹക്ക്, ഹക്ക് ബാത്ത്, ഹക്ക് പത്താവന, ഹക്ക് സത്യം, യഥാർത്ഥം എന്ന് പറയാം, ഹക്കാണ് എന്ന് പറയാം. അതുപോലെ കോയ് തബ്ദീൽ നെയ്യേ, തബ്ദീൽ, തബ്ദീൽ എന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് തബ്ദീൽ എന്ന് പറയുന്നതാണ്. ഓക്കെ. അതുപോലെ ദിമാഗ്, ദിമാഗ് അത് പ്യൂർ അറബിയാണ്. ആപ്ക ദിമാഗ് മേ കുച്ച് നെയ്യേ, തും അതിൻ്റെ തലച്ചോറിലൊന്നും ഇല്ലെന്ന് ചോദിക്കും. ദിമാഗ് നെയ്യേ തുംകോ, ഇവർ മുഖ്മാഫി എന്നൊക്കെ അറബി പറയുന്ന സാധനമാണ്. ദിമാഗ് നെയ്യേ ക്യാ, ദിമാഗ് ആദ്മി ബിൽക്കുൽ ബേദിമാഗ് ആദ്മിയായി, ഒരു ദിമാഗ് ഇല്ലാത്ത ചങ്ങാതിയാണ് അവൻ, മൂളമില്ലാത്തവൻ എന്നൊക്കെ പറയുന്നതാണ് ദിമാഗ്. വേറൊന്നാണ് ഇവിടെ മഷ്ഹൂർ, യേ മഷ്ഹൂറേ, യേ ജഗ്ഗ മഷ്ഹൂറേ, ഈ സ്ഥലം ഫേമസ് ആണ്. മഷ്ഹൂർ, കദിഷ്ടഹർ എന്ന് അറബി പറയും, അതാണ് മഷ്ഹൂർ, അതാണ്. മറ്റൊന്നാണ് ഇൻസാൻ. നമ്മൾ നേരത്തെ ഇൻസാഫ് പറഞ്ഞിരുന്നു. ഇൻസാഫ്, ഇൻസാഫ് എന്ന് പറഞ്ഞാൽ നീതി തന്നെ. അദാലത്തിൻ്റെ മറ്റൊരു സാധനമാണ് ഇൻസാഫ്, അത് തന്നെയാണ്. അതേപോലത്തെ ഒന്നാണ് ഇൻസാൻ, ഫേമസ് ആയ അറബി വേർഡാണ് ഇൻസാൻ. ഹിന്ദിയിലും അത് തന്നെ പറയാം. ഏ ഇൻസാൻ, ഏ കോൺസ ഇൻസാനെ, തും കോൺസ ഇൻസാൻ, നീ എന്തൊരു മനുഷ്യനാണ്. ഇൻ ലോക അച്ഛ ഇൻസാൻ നീയേ, ഇവരൊന്നും നല്ല മനുഷ്യന്മാരല്ല. ഇൻസാൻ, മനുഷ്യൻ എന്ന് പറയാം. അതുപോലെ ഗരീബ്, ഗരീബ് എന്ന് പറയാം. ഗരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. നേരത്തെ ഒരു ഗരീബ് നമ്മൾ പറഞ്ഞിരുന്നു, സുൽത്താൻ, അത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പം നമ്മൾ ഗരീബ്, അതായത് ഗരീബ് ബഈദ് പറയാറുണ്ട്. ഗരീബ് എന്നാൽ അറബിയിൽ ഗരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അതന്നെ ഹിന്ദിയിലും പറയും. ഏ ഹമാര ഗരീബ് ആദ്മി, ഗരീബേ, ഗരീബ് ഉറുദു വേർഡാണത്, പക്ഷേ ഹിന്ദിക്കാർ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ. അപ്പം ഗരീബ് എന്ന് നമ്മൾ പറഞ്ഞു, അടുത്ത്. പിന്നെ ഒന്ന് ബാദ് എന്നാ, പിന്നെ ബാദ്, ഉസ്ക ബാദ് ക്യാ ഹി നോക്കും, ബാദല്യവും അത് അറബിയാണ്, ഉറുദുവാണ്, ഹിന്ദിയാണ്, എല്ലാം ഒന്നിച്ചുള്ള ബാദ്. ഓക്കെ. മറ്റൊന്ന് നമുക്ക് പറയാം അജീബ്, ഈ അജീബ് കി ബാത്ത്, ബഹുത് അജീബ്, അജീബ്, അജീബ് എന്ന് പറഞ്ഞാൽ അത്ഭുതം എന്ന് പറയാം. ഓക്കെ. ഇങ്ങനെ നമ്മൾ അറബിയിലും ഹിന്ദിയിലും ഉറുദുവിലും ഉപയോഗിക്കുന്ന ഇത്തരം വാക്കുകൾ തമ്മിൽ ഇപ്പോൾ ബോളിവുഡ് സിനിമകളൊക്കെ നിങ്ങൾ കാണുക, അതൊക്കെ പ്യൂർ ഹിന്ദി ആ ഡയലോഗ്സൊക്കെ കേൾക്കുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.